ഓഹോ, ഞാൻ ഇതുവരെ മൈക്ക് മ്യൂട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെരി ബാഡ്. മൈക്ക് ഇപ്പോഴാണ് ഓൺ ചെയ്തത്. ഓക്കെ, 50 പേര് ഒരു കളി തുടങ്ങിയിട്ടുണ്ട്. ലൈവ് ചെറുതായിട്ട് ലാഗ് വരാൻ സാധ്യതയുണ്ട്. നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാകും. എല്ലാവരും ക്ഷമിക്കുക. എന്തായാലും ലൈവ് നെറ്റ്വർക്ക് ഇഷ്യൂ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈറ്റ് എടുക്കാം. സാനോക്കാണ് മാപ്പ്. സാനോക്ക് മാപ്പ് ആയതുകൊണ്ട് എല്ലാവരും എവിടെയൊക്കെ ഇറങ്ങാമെന്ന് അറിയില്ല. നോക്കാം എല്ലാവരും. ഫ്ലൈറ്റ് റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ തമ്പാങ് മുതൽ ലക്കാവ് വരെയുള്ള ഫ്ലൈറ്റ് റൂട്ടാണ്. തമ്പാങ് മുതൽ ലക്കാവ് വരെയുള്ള ഫ്ലൈറ്റ് റൂട്ടിൽ ആൾക്കാർ എവിടെയൊക്കെ ഇറങ്ങുമെന്ന് നോക്കി കണ്ടതെന്നറിയണം. തമ്പാങ് മുതൽ ഫ്ലൈറ്റ് റൂട്ട് ബൂട്ട് ക്യാമ്പ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ബൂട്ട് ക്യാമ്പ് ഹോട്ട് ഡ്രോപ്പാണ്. പിന്നെ പൈനയിൽ ആൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. തമ്പാങ്ങിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. തമ്പാങ്ങിൽ ആരും ഇറങ്ങിയിട്ടില്ല. റൂൻസിലായിട്ട് തമ്പാങ്ങിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കാം ആൾക്കാർ എവിടെയൊക്കെ ഇറങ്ങും എന്നുള്ളത് നോക്കി പോകാം. നമുക്ക് ഓരോരുത്തരെ പുറകെ പോകാം. ലൈവിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. Mrx ടീമിൻ്റെ അമ്പത്ത് പറയേണ്ട ആവശ്യമില്ല. Mrx ടീം പൊളിയാണ്. അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പഞ്ഞവും ഒരു ക്ഷാമവും ഒരു പിശുക്കും കാണിക്കാറില്ല. ആവശ്യത്തിലധികം എനിക്ക് സപ്പോർട്ട് തരാറുണ്ട്. എന്തായാലും നോക്കിക്കാം. ബൂട്ട് ക്യാമ്പിലേക്ക് പോകുന്ന 2 ടീമാണ്. സൗണ്ട് ഇല്ല. സൗണ്ട് ഇപ്പം വന്നില്ലേ ബ്രോ? സൗണ്ട് വന്നതാണല്ലോ ഇപ്പം. സൗണ്ട് ഇപ്പം വന്നില്ലേ? സൗണ്ട് വന്നു. Mrx പറയുന്നുണ്ട്. Mrx GC വേവും ടീം നമ്പർ ഒരു ടീമും കൂടി. ടീം നമ്പർ 10 അവിടെ ഉണ്ട്. 160 അടിച്ച് നൂബ്സാറിനെ അടിച്ചു. ആർട്ടിക് അവിടെ അടിച്ചിട്ടുണ്ട്. നൂബ്സാറിനെ അടിച്ചു. നൂബ്സാറിനെ നോക്കൗട്ട് ആക്കിയിട്ടുണ്ട്. ആർട്ടിക് വേഴ്സസ് ടീം നമ്പർ വേവാണ് നടക്കുന്നത്. ആർട്ടിക് വേഴ്സസ് വേവ് നടക്കുന്നുണ്ട്. വേവ് സാബ താഴെയുണ്ട്. വേവ് സാബയ്ക്ക് അടി വരുന്നുണ്ട്. വേവ് സാബ എന്ത് ചെയ്ത് നോക്കാം. വേവ് സാബയ്ക്ക് അടി ടാഗ് വേവ് സാബ തിരിച്ചടിച്ചു. ആർട്ടിക്കിന് നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വേവ് സാബ ആർട്ടിക്കിൻ്റെ അടുത്താൾ കയറി വരുന്ന അടുത്താളെ നോക്കൗട്ട് ചെയ്ത് രണ്ടാമത്തെ ആൾ നോക്ക്. വേവ് സാബിൻ്റെ ഒരു തകർപ്പൻ പ്ലേ ട്രൈ പൊളി എന്ന് പറയുന്നത്. ട്രൈ പൊളി. അടുത്ത 2 പേരും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്സ് വേവ് സാബ 2 പേര് ഫിനിഷ് ചെയ്തു. എൻ്റെ ഒരാളെ എടുത്താൽ 2 പേരെ ഞാൻ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിന് 2 പേര് മാത്രം ബാക്കി. ആർട്ടിക്കിൻ്റെ വേവ് 2 പേരെ അടിക്കാൻ സാധ്യത. ഓക്കെ, ആർട്ടിക് ടീം വേവ് ടീമിനെ അവിടെ ഫിനിഷ് ചെയ്തു. വേവ് ടീം അവിടെ ആർട്ടിക് ടീമിനെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. പൊളി ഒന്നും പറയാനില്ല. അവിടെ തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ്ലി വൈപ്പ് ആക്കിയിട്ടുണ്ട്. തീർന്നിട്ടുണ്ട് കളി. അവിടെ കംപ്ലീറ്റ്ലി ബൂട്ട് ക്യാമ്പ് അങ്ങനെ തീർന്നിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും അടി വരുന്നുണ്ട്. ട്രൈ ടീമിനോട് എടുക്കുന്നു. ട്രൈ ടീം എവിടെയാണ്? ട്രൈ ടീം ബൂട്ട് ക്യാമ്പ്. ഓക്കെ, എൻ്റെ ഫേവറേറ്റ് ബോക്സിലാണ് അടി. ട്രൈ ടീം അടി എടുക്കുന്നു. ട്രൈ ടീം 2 പേര് കളിക്കുന്നുണ്ട്. 2 പേര് ഒരാൾ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ട്രൈയെ കാണിക്കുന്നുണ്ട്. ട്രൈ DRK വേഴ്സസ് ട്രൈ ആണ് നടക്കുന്നത്. DRK വേഴ്സസ് ട്രൈ. ഡോക്സിലാണ് അടി എടുക്കുന്നത്. ഡോക്സിൽ അടി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഡാർക്കിന് അടി വന്ന് ട്രൈ ലെജിറ്റ് അടി വീണ്ടും കിടപ്പുണ്ട്. ട്രൈയുടെ ബാക്കിയാൾ വെള്ളത്തിലാണ്. അയ്യോ, ട്രൈ 0 വെള്ളത്തിലാണ്. വെള്ളത്തിൽ നിന്ന് കയറി വരണം. ഇനി വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന സീനാണ് മാൻ. ഈ വെള്ളത്തിൽ നിന്ന് കയറി വരാൻ സീനാണ്. Mrx സീക്കോ വരുന്നത്. പിന്നെ വെൽക്കം ടു സ്ട്രീം ബ്രോ. Mrx കാണിക്കാം ബ്രോ. ഇതൊന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ട് Mrx എവിടെയാണെന്ന് നോക്കിയിട്ടോ. ജസ്റ്റ് നോക്കി Mrx എവിടെയാണ്. Mrx സേഫാണ് ബ്രോ. Mrx വന്നിട്ട് ഹാറ്റിൻ്റെ സൈഡിലാണ്. വലിയ സീനൊന്നുമില്ല. ഇവിടെ നോക്കുന്നുണ്ട്. ഡാർക്കിന് 4 പ്ലേയേഴ്സ് 1 vs 4 സിറ്റുവേഷൻ. ട്രൈ സെർഡിന് എന്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം. Mrx പൊളിയല്ലേ? അടിച്ചു. Mrx ഒരാൾ നോക്ക്. അയാളുടെ കില്ല് കൺഫേം ചെയ്യപ്പെട്ടു നോക്കുന്നത്. കില്ല് കൺഫേം ചെയ്ത് അടുത്ത ആൾ വന്നു. അടിച്ചു. നടന്നില്ല. ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഡാർക്ക് ലിംഗം വന്ന് ട്രൈ ടീമിനെ ഫിനിഷ് ചെയ്യാൻ. ട്രൈ ടീം അവിടെ വീണിട്ടുണ്ട്. ട്രൈ ടീമും വീണു. ഇനി അടുത്ത ടീം എവിടെയാണെന്ന് നോക്കിയാൽ എം ടി ടീമിൻ്റെ അടുത്തേക്ക് Mrx സ്റ്റോക്സിന് ഉയരുന്നുണ്ട്. ഡാർക്ക് ഇപ്പോൾ ഒരു ഫിനിഷ് ചെയ്തല്ലോ. AWയും ഓഗും. ഓക്കെ, ഒരു ഫ്ലെയർ അടിച്ച് ഓഗും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. MT പ്രൊഫസറോട് എനിക്ക് MT പ്രൊഫസർ ഒന്ന് കാണാം. MT പ്രൊഫസർ ലൈവ് തുടങ്ങിയപ്പോൾ തന്നെ MT പ്രൊഫസർ വന്ന് കാണിച്ചിരുന്നു. ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ MT പ്രൊഫസറുടെ തകർപ്പനെ ലൂട്ടൊക്കെ ചെയ്യുന്നത്. Mrx പൊളിയാണ്. Mrx പൊളിയാണെന്ന് പറയണ്ട. Mrx പൊളിയോട് കൂടി അൽപ്പൊളിയാണ് Mrx. വേറെ അടി നടക്കാൻ നോക്കിയാൽ വേറെ അടി നടക്കുന്നില്ല. 12 ടീമും 43 പ്ലേയേഴ്സ് അല്ലേ. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി അടി നടക്കുമെന്ന് തോന്നുന്നു. 50 ടീമിലെത്തി തുടങ്ങി. ഇപ്പം ടോട്ടൽ 7 പേര് നഷ്ടമായിട്ടുണ്ട്. ടോട്ടൽ ഇപ്പം 43 പ്ലേയേഴ്സും 12 ടീമും ബാക്കി. 12 ടീമും 43 പ്ലേയേഴ്സും സ്റ്റിൽ അല്ലേ. Mrx സീക്കോ എൻ്റെ മുത്തുമണി ഇങ്ങനെ അടിപൊളി. നീയാണ് സപ്പോർട്ടർ. ഇതിനപ്പുറം സപ്പോർട്ടർ. ഇതുപോലെ ഞാൻ SRRAയ്ക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. റൂം മാച്ചിന് പോയിരുന്നു ഞാൻ ഇങ്ങനെ സ്ട്രീമറെ പിന്നെ വേറെ ഒന്നും വായിക്കാൻ സമ്മതിക്കാതെ വേറെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ഞാൻ SRRA തരാറുണ്ട്. നീ ഇങ്ങനെയാണ് പൊളിക്കണം. ഇങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കണ്ടു പഠിക്കുക എല്ലാവരും. ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ Mrxനെ കഴിഞ്ഞുള്ളൂ. Mrx സ്പെക്ടേറ്റ് ചെയ്തിരിക്കും. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് വേറെ ആരും അടി നടക്കുന്നില്ല. അതുകൊണ്ട് Mrx സ്പെക്ടേറ്റ് ചെയ്യാം. Mrx ഇതാ ഇവിടെ നിൽപ്പുണ്ട്. Mrx ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിൽപ്പുണ്ട്. ഒരു പൊളിയായിട്ട് നിൽപ്പുണ്ട്. Mrx ഹാറ്റിൻ്റെ അവിടെ ഒറ്റയ്ക്ക് ലൂട്ടിയാണ്. ഹാറ്റിൻ്റെ അടുത്ത് പരിസരത്ത് ഒരു മനുഷ്യനില്ല. കുറച്ച് ദൂരമായിട്ട് ക്യാമ്പിലാണെന്ന് തോന്നുന്നു. ടീം നമ്പർ ക്യാമ്പ് ആൽഫ്രഡ് സൈഡിൽ IRX ടീമുണ്ട്. വേറെ ഒരു ടീമും അടുത്തൊന്നുമില്ല. MT ഉയരുന്ന ഉറപ്പിനല്ല. MT പൊളിയാണ്. MT പ്രൊഫസറിനെ ഞാൻ കാണിച്ചു. ഒരു ഫ്ലെയറൊക്കെ അടിച്ചു. ഓഗും AWM ഒക്കെ വെച്ച് അവർ സെറ്റാണ്. ഒരു പ്രശ്നമൊന്നുമില്ല. ഹാറ്റിൽ Mrx തകർത്ത് ലൂട്ടിയാണ്. Mrx ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ലൂട്ടിയാണ്. ആരുമില്ല അടുത്ത്. പ്ലേ ടീം നേരെ ബൂട്ട് ക്യാമ്പിലേക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് വേവ് ടീമിൻ്റെ അടുത്ത് കൊടുക്കാം. പ്ലേ ടീം വേഴ്സസ് വേവ് ടീം നടക്കാൻ സാധ്യതയുണ്ട്. വേവ് വേഴ്സസ് വേവിൻ്റെ നൂബ്സാറിനെ നഷ്ടമുണ്ട്. ഡാർക്കിനെ കാണിച്ചായിരുന്നു. ഡാർക്ക് ഇതാ ഇവിടെ നിൽപ്പുണ്ട്.
ഡോഗ്സിന് ഇപ്പോൾ ഡോഗ്സിന് ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു അടി വരാൻ സാധ്യതയുള്ളതാണ്. ഇങ്ങോട്ട് വന്നത് ഉറപ്പായിട്ടും ഡാർക്കിൻ്റെ അടി വന്ന് അങ്ങോട്ട് പോകും. ഡാർക്കിൻ്റെ അടുത്ത് അടി വന്നായിരുന്നു നേരത്തെ. ഡാർക്ക് നേരത്തെ ട്രൈ ആയിട്ട് ഇതെടുത്ത് ട്രൈ ചെയ്ത രണ്ടുപേർ ഇറങ്ങി, രണ്ടുപേരെയും ഫിനിഷ് ചെയ്തു. ഡാർക്ക് ഇങ്ങനെ വിജയകരമായിട്ട് ഡോഗ്സിന് ലൂട്ട് ചെയ്യാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. MRX പിന്നല്ല MRX DC MRX ഷൗട്ട് ഔട്ട് ഫോർ MRX. ഷിബിനെ കാണാനില്ല. ഷിബിൻ എവിടെ എത്തും? ഷിബിന് റൂം ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് വരാത്ത. അല്ലെങ്കിൽ ഷിബിനും ഉണ്ടായേനെ. ഷിബിന് കുഴപ്പമൊന്നുമില്ല. അത് അപ്പുറത്ത് അവർ പ്ലേ ടീം അപ്പുറത്തെ വെയർ ഹൗസ് എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഡാർക്കിനൊന്ന് കാണിക്കാം. ഡാർക്കിൻ്റെ അടുത്തേക്ക് അടി വരാൻ സാധ്യതയുണ്ടോ? ഡാർക്കിൻ്റെ അവിടെ 420 വന്നിട്ടുണ്ട്. 420 ഡാർക്കിൻ്റെ അടുത്തല്ല, സോറി, ഡാർക്ക് ഇവിടെയാണ്. 420 കെമ്പോങ്ങിലാണ്. സോ ഡാർക്ക് 4 പേരുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. ഡാർക്ക് ടീം ഇവിടെ 4 പേരും സ്വസ്ഥമായിട്ട് ലൂട്ട് ചെയ്യുന്നു. ആകെ ഉണ്ടായിരുന്ന ട്രൈ ടീമിനെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ലൂട്ട് ചെയ്യുന്നുണ്ട്. ഡാർക്ക് ഡിങ്കനും ഡാർക്ക് ഏജൻറ് സീറോയും ഡാർക്ക് ഡിങ്കനും രണ്ട് ഡിങ്കനും പിന്നെ ആരായിരുന്നു, ഏജൻറ് സീറോയും സോണൽ ജോസും സെറ്റായിട്ട് ലൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പിന്നെ ഇനി അടുത്ത് നോക്കേണ്ട MT ടീമാണ്. MT ടീമിനെ ഞാൻ കാണിച്ചാണ്. MT ടീം ഇതാണ്. ഇവിടെ ഒരു ഫ്ലെയറൊക്കെ അടിച്ച് അവിടെ MT പ്രൊഫസർ ആൻഡ് കോദാ ഇവിടെ നിന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല. അവരും ബാൻ ഏരിയയിലാണ്. അവരൊരു MRX ആണ്. എനിക്കൊരു സബ്സ്ക്രൈബറൂടെ വേണം. ഒരു സബ്സ്ക്രൈബറുടെ 300 സബ്സ്ക്രൈബർ ആവും. നിങ്ങളെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകില്ല. സബ്സ്ക്രൈബിങ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. MRX ടീമിനോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാലും സപ്പോർട്ട് ചെയ്യുന്നവരെ എന്നാലും നോക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു, നോക്കാം എന്താണ് അടുത്ത അടി വരുന്നത്. MRX ദർശൻ സന്തോഷ് തകർക്കുകയാണ്. MRX ദർശനത്തൊക്കെ പറയാൻ വേണ്ട, ഇങ്ങനെയൊക്കെ അടിച്ച് പൊളിക്കുകയാണ് ദർശൻ സന്തോഷ്. സോ ടീം നമ്പർ 11-ഉം 1-ഉം തമ്മിൽ ഫൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ടീം നമ്പർ 1-ഉം 17-ഉം തമ്മിൽ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ അടി എവിടെയാണെന്ന് നോക്കാം. 1-ഉം അടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാബ ടീം വേഴ്സസ് പ്ലേ ടീമിനോട് അടി വന്നിട്ടുണ്ട്. സാബ ടീം വേഴ്സസ് പ്ലേ ടീമിനോട് അടി വന്നിട്ടുണ്ട്. ഫൈറ്റ് എടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാം. സാബയിൽ ഒരാൾ നോക്കാണ്. 1-ആണോ 2-ആണോ നോക്കാമെന്നറിയില്ല. സാബയുടെ അവിടെ അടുത്തൊരു വോണോട്ടോ കയറിയിട്ടുണ്ട്. മാസ്റ്റർ കയറി വരുന്നു. പ്ലേയുടെ മാസ്റ്റർ കയറി വരുന്നുണ്ട്. ഒരു ഗ്രനേഡ് വീഴുന്നു. റിവൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. റിവൈവ് കംപ്ലീറ്റ് ചെയ്തു. സാബയ്ക്ക് വീണ്ടും അടിയുന്നു. സാബയ്ക്ക് വീണ്ടും അടി വരുന്നുണ്ട്. അടി വീണു. ഒരു നോക്കായിട്ടുണ്ട്. 2 നോക്ക് എ ടു ബി വീണിട്ടുണ്ട്. ഇനി അടുത്തേക്ക് ഒരു വേവ് സെൽഡ മാത്രമാക്കി. സെൽഡെ നോക്കി കഴിഞ്ഞാൽ സെൽഡ എവിടെയാണ്? സെൽഡെ കാണാനില്ല. ഓക്കെ, സെൽഡ ഒളിച്ചിരിക്കുകയാണ്. നൈസായിട്ട് ഒളിച്ചിരിപ്പുണ്ട്. സെൽഡ കവർ എടുത്തിട്ട് മറക്കില്ല. ഉറപ്പായിട്ട് MRX ഫൈറ്റ് ഉണ്ടോ? MRXൻ്റെ അടുത്ത് ഫൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എടുത്തിരിക്കും. MRX ഫൈറ്റില്ല. MRX അവിടെ സെറ്റായി നിൽക്കുകയാണ്. MRX കയറി ഫൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. IRX ടീം കവർ ചെയ്ത് പോയി. MRXൻ്റെ ഫൈറ്റില്ല. ഫൈറ്റ് ഉണ്ടെങ്കിൽ എടുത്തിരിക്കും. സോ സെൽഡ നൈസായിട്ട് ബാക്ക് വലിഞ്ഞു. അവർക്ക് അറിയാം ബാക്ക് വലിയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് നൈസായിട്ട് ബാക്ക് വലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ വേറെ വിഷയമൊന്നുമില്ല. ടീം നമ്പർ 1-ൻ്റെ അടുത്തൊരു ഫൈറ്റ് നടക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ടീം നമ്പർ 1-ൻ്റെ അടുത്തൊരു ഫൈറ്റ് നടക്കാൻ സാധ്യത ഉണ്ട്. ഇല്ല, സെൽഡ ബാക്ക് വലിയുന്നില്ല. കറങ്ങി വന്നടിക്കാനുള്ള പ്ലാനാണ്. കറങ്ങി വരട്ടെ. നമുക്ക് ടീം നമ്പർ 1-ൻ്റെ അടുത്തോട്ട് പോയി നോക്കാം. ടീം നമ്പർ 1 vs 11 ഫൈറ്റ് നടക്കുന്നില്ല. ടോക്സിൻ സ്പെറ്റ് ബ്രോസ്. ടോക്സിൻ വേവിന് അടി വന്ന് വേവ് തീർന്നുണ്ട്. ടോക്സിൻ എന്ന് പറഞ്ഞാൽ ഏത് ഇതാണ് ബ്രോ? ടോക്സിൻ എന്ന് പറയുമ്പോൾ ഏത് സ്ലോട്ടാണ്? എനിക്ക് ടോക്സിൻ്റെ സ്ലോട്ട് അറിയില്ല. ടോക്സിൻ സ്ലോട്ട് നമ്പർ സ്ലോട്ട് 11 ആരാണോ? സ്ലോട്ട് 11 അടി നടക്കുമായിരുന്നു. അടി നടന്നിട്ടില്ല. അവിടെ നിൽപ്പുണ്ട്. സ്ലോട്ടിൽ അവിടെ 4 പേരോടെ ഉണ്ട്. അടിച്ചിട്ടുണ്ട്. അവിടെ ഫൈറ്റ് നടക്കുന്നു. അടിപൊളി. കറക്റ്റ് സമയത്ത് എത്തി. അവിടെ അടിച്ചു. 2 പേര് നോക്കായിരുന്നു. കറക്റ്റ് സമയത്ത് എത്തിയിട്ട് നോക്കായിട്ടുണ്ട്. MRX സെയിൻ്റെ ഒരാൾ മാത്രമാക്കി. അവഞ്ചർ ഹൾക്കിനെ അടിച്ച് അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അയ്യോ, കാണിക്കണ്ടായിരുന്നു. കാണിച്ചപ്പോഴത്തേക്കും തന്നെ ഒരു ഫിനിഷ് ആയിപ്പോണ്ട്. സേത്താൻ ടീം കയറി വന്ന് ടീം നമ്പർ 11 അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സേത്താൻ ടീം അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അയ്യോ, റിയലി സോറി. എന്തായാലും സമയം നമ്മളെടുത്തു. എന്തായാലും വേവ് സെൽഡയുടെ കില്ലും അവിടെ എടുത്തിട്ടുണ്ട്. സെൽഡയുടെ കില്ലുണ്ട്. MRX പെക്ക് എന്ന് പറയുന്നുണ്ട്. MRX പ്രശ്നമൊന്നുമില്ല. പ്രധാനിക്കുന്നു. MRXനകത്ത് അടി വരാൻ സാധ്യതയുണ്ട്. IRX ഒരു അടി വരാൻ സാധ്യതയുണ്ട്. IRX vs MRX നടക്കാൻ ചെറിയ ചാൻസ് ഉണ്ട്. MRXൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. MRX ഉച്ചിഹെ അടിയെന്ന് ജോർജ് മാക്സ് അടിച്ചിട്ടുണ്ട്. MRX ഉച്ചിഹെ അടിച്ചിട്ടുണ്ട്. MRX ഉച്ചിഹെ അടിച്ചു. ജോർജ് മാക്സ് ഒരു AW ഷോട്ടാണ് തോന്നുന്നു അടിച്ചിട്ടുണ്ട്. MRX പക്ഷേ തിരിച്ചടിക്കുന്നുണ്ട്. ടോക്സിൻ MRX ചാടി കളിക്കുന്നുണ്ട്. ഉച്ചിഹെ റിവൈവ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. MRX ഉച്ചിഹയുടെ കില്ല് കൺഫേം ചെയ്തു. ജോർജ് മാക്സ് IRX AW വെച്ചിരിക്കുക. AW വെച്ച്
കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. യു ആർ അടി വീണിട്ടുണ്ടായിരുന്നു. അടി വീണു. MRC സെയിൻ എന്ന് പറയുന്നുണ്ട്. സെയിൻ സ്ലോട്ട് 11 സെയിൻ തീർന്നു. സത്തു സ്ലോട്ട് 11 സാത്താൻ്റെയും കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അടി നടക്കുകയായിരുന്നു, അടിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഫൈറ്റ് വരെ കണ്ടു. ലാസ്റ്റ് ഒരാളെ അവഞ്ചർ ഹൾക്ക് കണ്ടിട്ട് ഒരാളുണ്ടായിരുന്നു, പുള്ളി അടിച്ചു പോന്നിട്ടുണ്ട്. ഇവിടെ MRX ഇവിടെ നിൽപ്പുണ്ട്. MRX ടോക്സിൻ സ്പെക്ക് ചെയ്യാം. ഓക്കെ MRX ടോക്സിൻ സ്പെക്ക് ചെയ്യാമല്ലോ. MRX ടോക്സിന് ഇവിടെ എവിടെയാണ് ഉണ്ടായിരുന്നു. MRX സ്റ്റോക്സ് നോക്കട്ടെ. MRX സ്റ്റോക്സിൽ ചാടി ഓടി നടക്കുന്നുണ്ട്. MRX സ്റ്റോക്സ് ഇതാ കറങ്ങി പോകുന്നു. MRX സ്റ്റോക്സിൽ ചാടി ഓടി കറങ്ങി പോകുന്നുണ്ട്. MRX സ്റ്റോക്സ് ഇതാ കറങ്ങി പോകുന്നുണ്ട്. MRX ഒരാൾ നഷ്ടമായിട്ട് MRXിലെ ഉച്ചിഹയെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡോഡ്ജ് മാക്സിൻ്റെ അടി തലയിട്ട് കൊടുക്കുന്ന സൂക്ഷിക്കണം. കാര്യം പുള്ളിയുടെ ഇരിക്കുന്ന AWM ആണ്. ഒറ്റ ഷോട്ടിൽ തന്നെ ഡോഡ്ജ് മാക്സ് കയറി പോകുന്ന ടോക്സിൻ കണ്ടുണ്ട്. ടോക്സിൻ കണ്ടു ഡോഡ്ജ് മാക്സിനെ കണ്ടു. ഡോഡ്ജ് മാക്സിനെ അടിക്കാൻ ചാൻസ് ഉണ്ട്. MRX ഉയർന്നുണ്ട്. പക്ഷേ MRX വേഴ്സസ് ഡോഡ്ജ് മാക്സ് ഇതിനിടയ്ക്ക് വേറെ അടി വരുന്നു. ഡോഡ്ജ് മാക്സ് അടിച്ചു. ജോർജ് മാക്സിനെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ടോക്സിൻ ഓപ്പണിൽ ഓടിപ്പോവാണ്. ടോക്സിനാണ് നമ്മൾ കാണുന്നത്. ടോക്സിൻ്റെ ഓടിപ്പോകുന്നുണ്ട്. തിരിച്ചടിക്കുന്നുണ്ട്. ഡോക്ടർ സ്റ്റേഞ്ചിന് ടാഗ് പോയിട്ടുണ്ട്. ടോക്സിക് അവിടെ IRSനെ തിരിച്ചടിക്കുന്നു. IRSനെ തിരിച്ചടിച്ചിട്ട് ടോക്സിക്കിന് തിരിച്ച് ടാഗ് കൊടുക്കുന്നു. എന്തായാലും നോക്കാം. ഇവരുടെ പാറയുടെ കവർ എടുത്തിട്ടുണ്ട്. സോണിലാണോ ഇവർ നോക്കിയാൽ എല്ലാവരും സോണിലാണോ, പ്രശ്നമൊന്നുമില്ല. സോണിലായതുകൊണ്ട് വേറെ പ്രശ്നമില്ല. വേറെ ഫൈറ്റൊന്നും നടക്കാൻ സാധ്യത. നമുക്ക് ഇവിടെ തന്നെ BRDMിലൊക്കെയാണ് വരവ്. സോ അതുകൊണ്ട് തന്നെ ഈ BRDMിൻ്റെ കഥ പറഞ്ഞപ്പം ഇന്നൊരു ഇമ്മോർട്ടൽസിൻ്റെ റൂം ഉണ്ടായിരുന്നു. ലാസ്റ്റ് സോണിൽ 4 vs 4 സിറ്റുവേഷനിൽ അവർ BRDM എടുത്ത് താഴോട്ട് വന്നു. അവർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്. സ്മോക്ക് ഇടാതെ ആവശ്യമില്ലാതെ ഓവർ കോൺഫിഡൻസ് കാണിച്ചാണ്. തിരിച്ച് കാർഡിനേറ്റ് ഷോട്ട് AWM ഷോട്ട് സൂപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ സ്മോക്ക് ഇടാതെ താഴെ BRDM കയറി. MRX എഡ്ഗാറിന് ഡോഷ് ഞാൻ പറഞ്ഞു തലയിടുന്ന സൂക്ഷിച്ച് വേണം. അവിടെ AWM ആണ്. അതുകൊണ്ട് തലയിട്ടാൽ തന്നെ അടി വരാൻ ചാൻസ് ഉണ്ട്. റിവൈവ് എടുത്തിട്ടുണ്ട്. ഒന്ന് പിൻവലി തന്നെ ഡോഡ്ജ് മാക്സിന് ടാഗ് കൊടുത്തു. ഡോഡ്ജ് മാക്സ് തിരിച്ചടിച്ചു. ഡോഡ്ജ് മാക്സ് വീണ്ടും ഡോക്ടർ സ്റ്റേഞ്ചിൽ നോക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സ്റ്റേഞ്ചിൻ്റെ വീണ്ടും നോക്കാണ്. അവർ പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡോക്ടർ സ്റ്റേഞ്ച് റിവൈവ് എടുക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഡോക്ടർ സ്റ്റേഞ്ച് റിവൈവ് എടുത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ അവർ 3 സൈഡ് മാക്സിൻ IRX മജിൻ IRX ലെഫ്റ്റ് സൈഡിൽ കൂടെ BRDM എടുത്ത് ഇലക്ട്ര വരുന്നു. BRDM എൻ്റെ BRDM വെച്ച് 2 പേരെ നോക്ക് ചെയ്ത് ഒരാൾ മാത്രം ബാക്കി. ഇലക്ട്ര IRXന് ഒരു കനത്ത മൂവ്. MRX ടോക്സിൻ മാത്രം. സ്റ്റോക്സ് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ എല്ലാ ഇലക്ട്ര അവിടെ കംപ്ലീറ്റ്ലി ഫൈപ്പ് ചെയ്തിരിക്കുന്നു. MRX ടോക്സും കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഡോഡ്ജ് മാക്സ് അവിടെ ടോക്സിനെയും കൂടെ ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ്. ആ ഒരു മൂവ് എനിക്കൊന്നും പറയാനില്ല. കാര്യം BRDM കൊണ്ടുവന്ന് കയറ്റി കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായം, രക്ഷയില്ല. നമുക്ക് ടീം നമ്പർ 1 vs 14 നടക്കാൻ സാധ്യത. അങ്ങോട്ട് നോക്കാം. 14 vs 14 എപ്പെക്സ് ടീം. ഷാൻ സാർ ഞാൻ ഉണ്ടോ നീ റൂം മാച്ച് ഉണ്ടെന്നുള്ളത് ഞാൻ ചോദിച്ചു. നീ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, അതുകൊണ്ട് നോക്കിയത്. സോ എന്തായാലും എനിക്ക് അവിടെ അടി വന്നു. ബൈറ്റിൻ്റെ അടി വന്നിട്ടുണ്ട്. ബൈറ്റ് vs T1 നടക്കുന്നുണ്ട്. T1 ആണോ? എന്നിട്ട് ബൈറ്റ് vs T11 ഡ്രോ കൂടെ ബൈറ്റ് ഫാൻ്റെ നോക്കാവാൻ സാധ്യതയുണ്ട്. ബൈറ്റ് ഫാൻ്റെ 1 HP ബൈറ്റ് ഫാൻ സ്പെക്ടർ നോക്കിയാണ്. സ്പെക്ടറും ബൈറ്റ് ഫാൻ്റെ കൊണ്ട് നോക്കാം. പുഷ് ചെയ്യുന്നു. സ്പെക്ടർ സൈഡിൽ നിന്ന് 2 ലൈറ്റായിട്ട് പുഷ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നു. നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ഓഫ്ലൈൻ ആയോ? എന്താ സംഭവം? 60 ms ആണല്ലോ കാണിക്കുന്നത്. ഓക്കെ, അടി നോക്കൗട്ട് ആയിട്ടുണ്ട്, ഫിനിഷ് ആയിട്ടുണ്ട്. എന്ത് സംഭവിച്ചു? അവിടെ അടി എടുക്കുകയാണ്. MT പ്രൊഫസർ പൊലൂസുകാരനെ അടിച്ചിട്ട് MT ടീമിലോട്ട് പോയി നോക്കാം. MT ടീമിലെ പ്രൊഫസർ അടിച്ചിട്ട് MT ടീം 2 പേരേ ഉള്ളൂ. പ്രൊഫസറും ഫറാസ് ഖായ് മാത്രമേ ഉള്ളൂ MT ടീമിൽ. സോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് നല്ല രീതിയിൽ പിങ് കൂടുന്നുണ്ട്. മൊബൈൽ ഡേറ്റ ആണ് എൻ്റെ പിങ്. പൊലൂസ് വരുന്ന നോക്കോട്ടെ. സാത്താൻ ടൈപ്പിൽ അവിടെ ഫോട്ടോ അടിച്ചു. 420 ടീം 2 സൈഡിൽ അടി വരുന്നുണ്ട്. സേത്താൻ ടീമിൻ്റെ അടി ചെയ്തിട്ട് VPC ടീമും വരുന്നുണ്ട്. സേത്താൻ ടീമിനെ VPC ടീം അടിക്കുന്നുണ്ട്. സേത്താൻ ടീമിനെ VPC ടീം അടിക്കുന്നു. ഇവിടുന്ന് അടി വരുന്നു. 420 ടീം പെട്ട അവസ്ഥ. 420 ടീമിന് 4 സൈഡിൽ അടി. MT ടീമുണ്ട് ഇവിടെ. VPC ടീമിന് അടി വരുന്നു. VPC ടീമിനെ അവിടെ ജിബ്രാലാക്ക VPC ക്രോണിക്സിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് സാത്താൻ അവിടെ VPC ക്രൈറ്റോസിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. VPC ടീമിനെ അവിടെ സേത്താൻ ടീം അവിടെ കംപ്ലീറ്റ്ലി വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് MT അവിടെ 420 ജോക്കറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫറാസ് ഖായെ ഫിനിഷ് ചെയ്യാനുള്ള സമയം ഫിനിഷ് ചെയ്യുന്നതിന് പ്രതീക്ഷിക്കാം. പ്രൊഫസർ കയറിയുന്നു. പ്രൊഫസർ 420 ആഷിഖിനെ നോക്കൗട്ട് ചെയ്തു. 420 ക്രൂസ് മാത്രം ബാക്കി. പ്രൊഫസറിലോട്ട് പോയി നോക്കാം. പ്രൊഫസർ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫസറോടെ കട്ട പാമ്പായിട്ട് നോക്കുകയാണ്. ഇതിനിടയ്ക്ക് ഡാർക്ക് ടീം കയറി വരുന്നു. പണി പാടി. ഡാർക്ക് ടീം കൂടെ കയറി വരികയാണ്. ഇപ്പുറത്ത് ഡാർക്ക് ടീമിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ ഡാർക്ക് ടീം വന്നു. പ്രൊഫസറിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ടീമിൻ്റെ ലിങ്കൻ. അങ്ങനെ ഫിനിഷ്. സേത്താൻ നോക്കുമ്പോൾ സേത്താൻ എടുത്തിട്ടുണ്ട്. 6 ടീമും 20 പ്ലേയേഴ്സുകൾ. 420 ഡിങ്കനെ അടിച്ചു. 420 ക്രൈസിസ് ഡിങ്കനെ അടിച്ചിട്ടുണ്ട്. 420 ക്രൈസിസ് ഡിങ്കനെ അടിച്ച് നോക്കൗട്ട് ചെയ്തു.
രണ്ടാമത്തെ ആളെ നോക്കൗട്ട് ചെയ്യാൻ നോക്കി നടന്നില്ല. ഫോർട്ടിൻ്റെ ആഷിക്ക് അവിടെ നോക്ക്ഡാണ്. റിവ്യൂ എടുക്കണമെങ്കിൽ ഇദ്ദേഹം തന്നെ പോകണം. ഇദ്ദേഹം റിവ്യൂ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഫോർട്ടിൻ്റെ ആഷിക്കിന് അങ്ങോട്ട് പോകാൻ വലിയ പാടാണ്. എന്താണ് ചെയ്യുന്നത് അറിയാം, നോക്കാം എന്താണ് സ്കീമെന്ന്. സോണിലും കയറാനായിട്ടുണ്ട്. സോണിൽ കയറുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാര്യം സോൺ നന്നായിട്ട് ചെറുതായിട്ടുണ്ട്. സോണിൽ കയറിയില്ലെങ്കിൽ പണി പാളും. ഇവിടെ ടീം നമ്പർ 1ഉം 5ഉം 24 ആണുള്ളത്. 24 ആണുള്ളത്. 24ഉം എല്ലാവരും ഇവിടെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല, നോക്കാം എന്ത് സംഭവിക്കാം. ടീം നമ്പർ സേത്താൻ കയറി വന്നിട്ട് ക്രൂസോ അടിക്കാൻ സാധ്യതയുണ്ട്. ക്രൈസിസ്റ്റിന് അടിക്കാൻ സാധ്യതയുണ്ട്. ക്രൈസിസിലോട്ട് പോകാം. ക്രൈസിസ്റ്റിന് അടി വരുന്നു. ക്രൈസിസ്റ്റിനെ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞു. സേത്താൻ കയറി വന്നു. ക്രൈസിസ്റ്റിനെ ഫിനിഷ് ചെയ്തു. ഡാർക്ക് ടീം അതുവഴി കയറി പോകുന്നുണ്ട്. സാത്താൻ നേരെ സോണി കയറുകയാണ്. സാത്താൻ ടീം സോണി കയറുന്നു. ഡാർക്ക് ഡിങ്കർ റൈറ്റ് സൈഡ് വഴി ഓടുന്നു. റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആളെ കാണാം, പക്ഷേ കണ്ടിട്ടില്ല. ബൈറ്റ് അവിടെ ഇലക്ട്ര ടീമിന് അടിക്കുന്നു. ഇവിടെ ഒരു ഫൈറ്റ് നടക്കും, മസ്റ്റായിട്ട് നടന്നിരിക്കും. റൈറ്റിൽ ഡാർക്ക് ടീം കയറുന്ന അറിയുന്നില്ല. അവിടെ അടി വരുന്നു. ഡാർക്കോടെ സാത്താനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സേത്താൻ തിരിച്ചടിക്കുന്നില്ല. ഡാർക്ക് ഡിങ്കനെ അടിച്ചു. സേത്താൻ ഡിക്രൂസിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ജിബ്രാലാക്ക മാത്രം ബാക്കി. ജിബ്രാലാക്കയും സാത്താൻ വൈപ്പറും ഉണ്ട് ബാക്കി. സാത്താൻ വൈപ്പർ അവിടെ അടിച്ചു. ഡെങ്കിനെ അടിച്ചു. സാത്താൻ വൈപ്പറിന് ജിബ്രാലൊക്കെ വീണിട്ടുണ്ട്. സാത്താൻ വൈപ്പറിലോട്ട് പോയി കഴിഞ്ഞാൽ സാത്താൻ വൈപ്പറിന് ഒരാളും കൂടെ എടുത്തു കഴിഞ്ഞാൽ സീറോയാണ്. അവിടെ ഡാർക്ക് സീറോ അടിക്കും. ഏജൻറ്റ് സീറോ അടിക്കുന്നുണ്ട്. ഡാർക്ക് ആരുടെയോ കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. പേര് മനസ്സിലായി. സോൺ ഓഫ് ജോസിൻ്റെ കില്ലെടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം സോണിൽ കയറണം. അടി വരുന്നു. ഹെൽത്ത് എടുത്തിട്ട് ഡാർക്ക് ഡിങ്കൻ 2 ഡിങ്കൻ ഉണ്ട്. ഒരു ഡിങ്കനാണ് നോക്കി വയ്ക്കുന്നത്. അടുത്ത ഡിങ്കൻ കയറി വരുന്നുണ്ട്. ജിബ്രാലാക്കയുടെ കില്ല് കൺഫേം ചെയ്തു. സാത്താൻ വൈപ്പർ മാത്രം ബാക്കി. ഡാർക്ക് ഡിങ്കൻ അടിക്കാൻ സാധ്യത. ഡാർക്ക് ഡിങ്കിനെ അടിച്ചിട്ടുണ്ട്. ഡാർക്കിന് ഒരു അടി കൂടെ കിട്ടിയ ഡാർക്ക് ഡിങ്കൻ റൈപ്പ് ആവും. പക്ഷേ അതിന് മുന്നേ സാത്താൻ വൈപ്പറിനോ വൈപ്പായിട്ടുണ്ട്. കാരണം സാത്താൻ പ്ലേ സോണിൽ പെട്ട് മരിച്ചു. ഞാൻ പറഞ്ഞു പ്ലേ സോണിൽ കയറിയില്ലെങ്കിൽ വലിയ വിഷയമാണ് പറഞ്ഞിട്ടുണ്ട്. ഡാർക്ക് ഏജൻറ്റ് എന്ത് ചെയ്യുമെന്ന് നോക്കാം. ഏജൻറ്റിന് സോണിൽ കയറണം. സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡാർക്ക് ടീം കംപ്ലീറ്റ്ലി സോൺ ഔട്ടായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ അവിടുത്തെ കളി അങ്ങ് തീർന്നിരിക്കുകയാണ്. എന്ന് നോക്കിയാൽ ബൈറ്റിൻ്റെ അവിടെ അടി നടക്കാൻ സാധ്യതയുണ്ട്. അടി നടക്കുന്നു. ബൈറ്റ് ക്രിമിനൽ അടുത്തോട്ട് പോയി നോക്കാം. 7 vs 12 IRX vs ബൈറ്റാണ് നടക്കുന്നത്. IRX vs ബൈറ്റ്. ഐറ്റിൽ മൈജിൻ IRX കൂടെ ബാക്കി IRX അവിടെ പോയി. IRX അവിടെ നോക്കൗട്ടാണ്. റോജ് മാച്ച് IRX നോക്കൗട്ടാണ്. അവിടെ ഫിനിഷായി. IRX മൈജിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ IRX 2 ടീം മാത്രം ബാക്കി. എൻ്റെ പോലെ ഇത്രയും വലിയ സോണിൽ 2 ടീമാണ്. ഇത്രയും വലിയ സോണല്ല, സോൺ ചെറുതായിട്ട് 2 സോൺ കൂടെ ഉള്ളൂ. സോ അപ്പെക്സ് വേഴ്സസ് ബൈറ്റാണ് നടക്കാൻ പോകുന്നത്. അപ്പെക്സ് വേഴ്സസ് ബൈറ്റിനടുത്തോട് നോക്കി നോക്കാം. ഒരു ഡ്രോപ്പിൽ എയർ സപ്രസും കൂടെ ഉണ്ട്. അതും കൂടെ വേണമെങ്കിൽ എടുത്ത് പോയി അടിച്ചോളൂ അവരെ, കുഴപ്പമില്ല. എന്തായാലും ബൈറ്റ് വേഴ്സസ് അപ്പെക്സ് ആണ് നടക്കാൻ പോകുന്നത്. ബൈറ്റ് വേഴ്സസ് അപ്പെക്സ്. ബൈറ്റ് ടീം നോക്കിക്കഴിഞ്ഞാൽ ബൈറ്റ് ടീം ടോട്ടൽ 7 കില്ലുമായിട്ട് ബൈറ്റ് ടീമുണ്ട്. അപ്പെക്സ് ടീം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അവർക്ക് കില്ലൊന്നും ആയിട്ടില്ല. അവർ 4 കില്ലെടുത്ത് ചിക്കൻ ഡിന്നർ എടുക്കുമോ അതോ ബൈറ്റ് ടീം എടുക്കുമോ? അവർ തിരിഞ്ഞാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പുറകെ വഴിയാണ് എനിമി വരുന്നത്. അവർ നോക്കുന്നത് വേറെ സ്ഥലത്തോട്ടാണ്. നിങ്ങൾ നോക്കുന്ന സ്ഥലമേ മാറിപ്പോയിരിക്കുകയാണ് മക്കളെ. പുറകിൽ നിന്നാണ് അടി വരുന്നത്. പുറകിൽ നിന്നാണ് പണി വരുന്നത്. പിള്ളേച്ച പണി വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും മറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാളും കൂടെ എനിക്ക് 300 സബ്സ്ക്രൈബറിൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ചാനൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ. നിങ്ങളുടെ സബ്സ്ക്രൈബ്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ഷെയർ എല്ലാം, നിങ്ങളുടെ കമൻറ്റ് എല്ലാം വേറൊരാണ്. എന്തായാലും നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. ബൈറ്റ് ടീം ഇവിടെ നിൽപ്പുണ്ട്. ബൈറ്റ് ടീം സോണിൽ കയറിയിട്ടുണ്ട്. ബൈറ്റ് ടീം നേരെ പാരഡൈസ് സോണിലായിരിക്കും ഫൈനൽ സോൺ കയറുന്നതല്ല. പാരഡൈസ് സോണിലാണ് ഓപ്പൺ സോണാണെന്ന് അറിയില്ല. പാരഡൈസ് സോണിൻ്റെ സൈഡിലാണ് ഓപ്പൺ സോൺ. അപ്പെക്സ് ടീം സോണിലോട്ട് കയറണം. ബൈറ്റ് ടീമിന് സോണിലോട്ട് കയറണം. നോക്കാം ആര് സോണിലോട്ട് കയറും, ആര് സോണിലോട്ട് കയറില്ല എന്ന് നോക്കാം. എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോൾ അറിയാം. ആര് ചിക്കൻ ഡിന്നർ അടിക്കും. ബൈറ്റ് ടീമിന് 4 പ്ലേയേഴ്സില്ല, 3 പ്ലേയേഴ്സേ ഉള്ളൂ. അപ്പെക്സ് ടീമിന് 4 പ്ലേയേഴ്സുണ്ട്. സോ ഔട്ട് നമ്പർ ആണ് സ്പെക്ടർ ടീം, ബൈറ്റ് ടീം. പക്ഷേ ബൈറ്റ് ടീമിന് കുറച്ചും കൂടെ അവർ കില്ലെടുത്ത് കുറച്ചുകൂടെ സെറ്റായി നിൽക്കുകയാണ്. ഇവർക്ക് ഇതുവരെ ഫൈറ്റ് എടുക്കേണ്ടി വന്നില്ലെന്ന് തോന്നുന്നു അപ്പെക്സ് ടീമിന്. അതുകൊണ്ട് അവർ ഫസ്റ്റ് ഫൈറ്റ് ആയിരിക്കും അവർക്ക് ലാസ്റ്റ് കിട്ടുന്നത്. ലാസ്റ്റ് സോണിൽ അവർ ഫസ്റ്റ് ഫൈറ്റ് എടുക്കാൻ പോവാണ്. അത് നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈറ്റ് ടീം അവർ ടോട്ടൽ 7 കില്ലെടുത്ത് അവർ ഫൈറ്റൊക്കെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അപ്പെക്സ് ടീമിന് നമ്പർ വൈസ് കൂടുതലാണ്. 4 പേര് അവർക്കുണ്ട്. ഇവർ 3 പേര്, അവർ 4 പേർ. ഈ 3 പേർ അവർക്ക് 4 പേരെ അടിച്ചിട്ട് പോകാം. 4 പേർ 3 പേരെ അടിക്കുമെന്നുള്ളത് നോക്കാം. അപ്പെക്സ് ടീം വേഴ്സസ് ബൈറ്റ് ടീമാണ് നടക്കുന്നത്. അപ്പെക്സ് ടീം വേഴ്സസ് എന്ത് സംഭവിക്കാം. ഇവരെന്തായാലും സെറ്റായി നിൽപ്പുണ്ട്. ബൈറ്റ് ടീം അടുത്ത സോണും കൂടെ ചുരുങ്ങാതെ എന്തായാലും കളി മാറില്ല. രണ്ട് ടീം മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യം ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ ടീം കുറവായിരുന്നു, 50 ടീം. പക്ഷേ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും ലാസ്റ്റ് സോണിന് മുന്നേ എല്ലാ ടീമും തീരുമെന്ന്. എന്തായാലും ലാസ്റ്റ് സോണിൽ എല്ലാ ടീമും തീർന്നു. 2 ടീമുകൾ വീതം മാത്രം ബാക്കി. അപ്പെക്സ് ടീമും ബൈറ്റ് ടീമും ലാസ്റ്റ് സോൺ നെറ്റ്വർക്കും ചതിച്ചിട്ടുണ്ട്. സൂപ്പർ ആവസം. ലാസ്റ്റ് സോണിൽ തന്നെ നെറ്റ്വർക്ക് ചതിച്ചു. നെറ്റ്വർക്കിൽ പണി തന്നിട്ടുണ്ട്. വീണ്ടും ഫൈറ്റ് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്തായാലും നോക്കാം. ബൈറ്റ് വേഴ്സസ് ബൈറ്റ് വേഴ്സസ് അപ്പെക്സ്.
അപ്പെക്സ് ടീം അവിടെ ഉണ്ട്, ബൈ ടീം അവിടെ ഉണ്ട്. രണ്ടുപേരും അവിടെ ഇവിടെയാണ് സെറ്റായി നിൽക്കുക. രണ്ടുപേരും സോണതാണ്. അടുത്ത സോൺ ചുരുങ്ങുമ്പോഴേ എന്തായാലും ഫൈറ്റ് വരാൻ സാധ്യതയുള്ളൂ. അതുവരെ എന്തായാലും ഫൈറ്റ് വരാൻ സാധ്യത കുറവാണ്. നോക്കാം. ബൈറ്റ് വേഴ്സസ് അപ്പെക്സ്, ബൈറ്റ് വേഴ്സസ് അപ്പെക്സ്, ബൈറ്റ് വേഴ്സസ് അപ്പെക്സ്. സോണിനകത്താണ് വീണ്ടും രണ്ടുപേരും സോണിനകത്താണ്. സോണിനകത്ത് തന്നെയാണ് രണ്ടുപേരും. ഈ സോണിൽ അടി നടക്കാൻ സാധ്യതയില്ല. അടുത്ത സോണിലേക്ക് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം രണ്ടുപേരും പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേരും പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫൈറ്റ് നടക്കാൻ ചാൻസസ് വെരി ലോ. നോക്കാം ബൈറ്റ് വേഴ്സസ് അപ്പെക്സ് എന്താവും. നൈസായിട്ട് മല കയറി വരുന്നുണ്ട്. അടി വന്നിട്ടുണ്ട്. മലത്താണ്, വലിയ വിഷയമില്ല. പക്ഷേ ഈ ഇങ്ങോട്ട് നോക്കിയാൽ സോളോ വാക്കർ എന്ത് ചെയ്യുമെന്ന് നോക്കി വെക്കാം. സോളോ വാക്കർ അവിടെ തന്നെ നിൽക്കുകയാണ്. അവർ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. റിവ്യൂ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. റിവ്യൂ എടുക്കുമായിരിക്കും. നോക്കാം എന്ത് സംഭവിക്കാം. അവരടിച്ചു. അപ്പെക്സ് അവിടെ ബൈറ്റിലെ ഗോസ്റ്റോപ്പി അടിച്ചിട്ടുണ്ട്. ക്രിമിനൽ മാത്രം ബാക്കി. ക്രിമിനൽ എന്ത് ചെയ്യാൻ പറ്റും? ക്രിമിനൽ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിമിനലിലോട്ട് പോയാൽ ക്രിമിനൽ അവിടെ നിൽപ്പുണ്ട്. ക്രിമിനൽ അവിടെ നിൽക്കുന്നു. ക്രിമിനൽ ഒറ്റയ്ക്കാണ്. 1 vs 4 സിറ്റുവേഷൻ. ക്രിമിനലിനെയും ഫിനിഷ് ചെയ്ത് സെറ്റായി. അങ്ങനെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരിക്കുകയാണ് അപ്പെക്സ് ടീം. അവർ ലാസ്റ്റ് ഫൈറ്റ് എടുത്തിട്ട് 3 കില്ലെടുത്ത് അങ്ങനെ അവർ ആ ചിക്കൻ ഡിന്നർ എടുത്തിരിക്കുന്നു. അങ്ങനെ ആ ഇന്നത്തെ ചിക്കൻ ഡിന്നർ കൊണ്ടുപോയിരുന്ന അപ്പെക്സ് ടീമാണ്. എന്തായാലും സ്പെക്ടർ ടീം നല്ല കളിയായിരുന്നു കളിച്ചത്. സ്പെക്ടർ ടീമിനെ ടോട്ടൽ 7 കില്ലെടുത്തിട്ടുണ്ട്. നല്ലൊരു മാച്ച് അവസാനിക്കും. ഇന്നത്തെ ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കുന്ന അപ്പെക്സ് ടീമാണ്. അപ്പെക്സ് ടീമിൽ നിന്ന് ചിക്കൻ ഡിന്നർ അടിച്ചിട്ടുണ്ട്. ചിക്കൻ ക്ഷമിക്കുക. സോ എന്തായാലും ലാസ്റ്റ് സോണിൽ ഫൈറ്റ് എന്തായാലും എടുക്കാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനമുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. സപ്പോർട്ട്